ഹായ് ഓൾ, വെൽക്കം ടു ലൂമോസ് അക്കാഡമി. ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം. ഉത്തരം 1697. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെ തുടർന്നാണ് അഞ്ചുതെങ്ങ് കലാപം ഉണ്ടാവുന്നത്. വർഷം 1697. അഞ്ചുതെങ്ങില് വ്യാപാരശാലയും കോട്ടയും പണിയാൻ അനുവാദം നൽകിയ ഭരണാധികാരി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണി ആരാന്ന് ചോദിച്ചാൽ ഉമയമ്മ റാണി. ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങിൽ കോട്ട പണികഴിപ്പിച്ച വർഷം 1695. അപ്പോൾ 1697 അഞ്ചുതെങ്ങ് കലാപം. വ്യാപാരശാല സ്ഥാപിക്കാൻ അനുവാദം നൽകിയ ഭരണാധികാരിയാണ് ഉമയമ്മ റാണി. കോട്ട പണികഴിപ്പിച്ച വർഷം 1695. ബ്രിട്ടീഷുകാർക്ക് കേരളത്തിൽ 3 സ്ഥലത്തായിരുന്നു പണ്ടകശാല ഉണ്ടായിരുന്നത്: വിഴിഞ്ഞം, അഞ്ചുതെങ്ങ്, തലശ്ശേരി. അതില് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയായിരുന്നു അഞ്ചുതെങ്ങിലുണ്ടായിരുന്നത്. തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം കാസർഗോഡ്. തോൽവിറക് സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ്. ജന്മിമാരുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ചീമേനി എസ്റ്റേറ്റിൽ നിന്നും കർഷക തൊഴിലാളികൾ തോലും വിറകും ശേഖരിച്ചിരുന്നു. പാചകത്തിനായും കന്നുകാലി തീറ്റയ്ക്കായും ശേഖരിച്ചിരുന്നു. ഇത് ജന്മിമാരെ എതിർത്തതിനെ തുടർന്നുണ്ടായ സമരമാണ് തോൽവിറക് സമരം. വർഷം 1946 നവംബർ 15. നടന്ന സ്ഥലം ചീമേനി, ജില്ല കാസർഗോഡ്. തോൽവിറക് സമര നായിക എന്നറിയപ്പെടുന്നത് കാർത്യായനി അമ്മേനെയാണ്. അപ്പം 1946 തോൽവിറക് സമരം നടന്നത്. വർഷം പഠിച്ചു വെച്ചേക്കുക. നടന്ന സ്ഥലം ചീമേനി, ജില്ല കാസർഗോഡ്. തോൽവിറക് സമര നായിക എന്നറിയപ്പെടുന്നത് കാർത്യായനി അമ്മ. തോലും വിറകും ഞങ്ങൾ എടുക്കും, കാലൻ വന്നു തടുത്താലും എന്നത് ഏതിന്റെ മുദ്രാവാക്യമാണെന്ന് ചോദിക്കും. തോൽവിറക് സമരത്തിന്റെ മുദ്രാവാക്യമാണ് തോലും വിറകും ഞങ്ങൾ എടുക്കും, കാലൻ വന്നു തടുത്താലും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്നത്. തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരം. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. സർ സി പി രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര അല്ലെങ്കിൽ അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരം തിരുവിതാംകൂറിൽ ഏർപ്പെടുത്തുന്നതിനെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. വർഷം 1946 ഒക്ടോബർ 24 മുതൽ 27 വരെ. സർ സി പി രാമസ്വാമി അയ്യർ എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാനായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. അപ്പം സർ സി പി രാമസ്വാമി അയ്യറിനെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് KCS മണി. പുന്നപ്ര വയലാർ സമരത്തിന്റെ മുദ്രാവാക്യം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. ഇത് പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കരപിള്ള എഴുതിയ നോവലാണ് തലയോട്. പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി പി കേശവദേവ് എഴുതിയ നോവലാണ് ഉലക്ക. പി കേശവദേവ്. എഴുതിയ നോവലാണ് ഉലക്ക. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ളതായിരിക്കും എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? പി കേശവൻ. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. VS ആണ്. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് കളർക്കോട്. ഒന്നുകൂടി നോക്കാം. 1946 ഒക്ടോബർ 24 മുതൽ 27 വരെയായിരുന്നു പുന്നപ്ര വയലാർ സമരം. തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്നു. സർ സി പി രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. മുദ്രാവാക്യം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. സർ സി പി രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ച വ്യക്തി KCS മണി.
തകഴി ശിവശങ്കരപിള്ള പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി എഴുതിയ നോവലാണ് തലയോട്. സമരത്തെ ആസ്പദമാക്കി പി കേശവദേവ് എഴുതിയ നോവലാണ് ഉലക്ക. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരത്വ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ളതാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? സി കേശവൻ. രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് കളർക്കോട്, ആലപ്പുഴയിലാണ്. പുന്നപ്ര വയലാർ സമരം നടക്കുന്നത് ആലപ്പുഴയിലാണ്. പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ച ദിവാൻ ആരാന്ന് ചോദിച്ചാല് സർ സി പി രാമസ്വാമി അയ്യർ. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് ആര്? ഉത്തരം എ കെ ഗോപാലൻ. എ കെ ഗോപാലനെ കുറിച്ച് നോക്കാം. പട്ടിണി ജാഥ നടന്ന വർഷം 1936. അപ്പം എവിടെ നിന്ന് എവിടം വരെയാണ്? കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ്. നേതൃത്വം നൽകിയത് എ കെ ഗോപാലൻ അഥവാ എ കെ ജി. അപ്പം എ കെ ഗോപാലന്റെ ചുരുക്കപ്പേരാണ് എ കെ ജി. പാവങ്ങളുടെ പടത്തലവൻ എന്ന് വിശേഷിക്കപ്പെടുന്നു. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാണ് അദ്ദേഹം. അമരാവതി സമരത്തിന് നേതൃത്വം നൽകി 1961 ഗുരുവായൂർ സത്യാഗ്രഹത്തില് വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു. ആത്മകഥ എന്റെ ജീവിത കഥ. മറ്റു കൃതികളാണ് അദ്ദേഹത്തിന്റെ എന്റെ പൂർവകാല സ്മരണകൾ, മണ്ണിന് വേണ്ടി, ഞാനൊരു പുതിയ ലോകം കണ്ടു. ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ച വർഷം 1958 ഇദ്ദേഹം ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചത്. എവിടെയാണ് ആദ്യമായിട്ട് സ്ഥാപിച്ചത്? തൃശ്ശൂരിലാണ്. അമരാവതി സമരം 1961. അമരാവതി സമരം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ഡാം നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അമരാവതി പ്രദേശത്തെ ആൾക്കാരെ കുടിയൊഴിപ്പിച്ചായിരുന്നു. അപ്പോൾ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് മതിയായ നഷ്ടപരിഹാരം ഒന്നും നൽകിയിരുന്നില്ല. അതിനെ തുടർന്ന് ഉണ്ടായ സമരമായിരുന്നു അമരാവതി സമരം. ഇതിന് നേതൃത്വം നൽകിയത് എ കെ ജി ആണ്. വർഷം 1961. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ഇദ്ദേഹം വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ സെക്രട്ടറി കെ കേളപ്പൻ. പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹം 1931. പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. സെക്രട്ടറി അല്ലെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാന്ന് ചോദിച്ചാല് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു എ കെ ജി. ഇന്ത്യയില് കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലാകുന്ന ആദ്യ വ്യക്തിയാണ് എ കെ ജി. അപ്പൊ കരുതൽ തടങ്കൽ നിയമം എന്ന് പറഞ്ഞാല് ഭാവിയില് ഒരു കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന മുൻകരുതലിന്റെ അടിസ്ഥാനത്തില് വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കുന്ന നിയമമാണ് കരുതൽ തടങ്കൽ നിയമം എന്ന് പറയുന്നത്. ഈ കരുതൽ തടങ്കൽ നിയമപ്രകാരം ഇന്ത്യയിൽ അറസ്റ്റിലാകുന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? എ കെ ജി ആണ്. എ കെ ഗോപാലൻ ആണ്. ഇദ്ദേഹം ജനിച്ച വർഷം 1904. 1904 ജനിച്ചത്. ജനിച്ച സ്ഥലം കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയാണ്. പെരളശ്ശേരിയിലാണ് ജനിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? എ കെ ഗോപാലന്റെ ചുരുക്കപ്പേരാണ് എ കെ ജി. പാവങ്ങളുടെ പടത്തലവൻ എന്ന് വിശേഷിക്കപ്പെടുന്നു. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ. വർഷം 1958. അമരാവതി സമരത്തിന് നേതൃത്വം നൽകി 1961. ഇന്ത്യയില് കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലാകുന്ന ആദ്യത്തെ വ്യക്തി. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു. ഇദ്ദേഹം ജനിച്ച വർഷം 1904. സ്ഥലം പെരളശ്ശേരി, കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയിലാണ് ജനിച്ചത്. ആത്മകഥ എന്റെ ജീവിത കഥ. എന്റെ പൂർവകാല സ്മരണകൾ, മണ്ണിനു വേണ്ടി, ഞാൻ ഒരു പുതിയ ലോകം കണ്ടു. ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ മറ്റു കൃതികളാണ്. സോ കൃതികൾ വന്നിട്ട് ഇത് ആരുടെയാണെന്ന് ചോദിക്കും. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിൽക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കും. സോ അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ.